നമസ്കാരം. ഇന്ത്യ മുന്നണിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷ കക്ഷികളോട് ആഹ്വാനം ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ ഭിന്നിച്ചു പോകരുതെന്നും സ്റ്റാലിൻ അറിയിച്ചു. ബി.ജെ.പിയെ ഭരണത്തിൽ തിരികെ കൊണ്ടുവരില്ല എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്നും തിരുച്ചിറപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ സ്റ്റാലിൻ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ ഭിന്നതകൾ ഉയർന്നിരിക്കെയാണ് സ്റ്റാലിൻ്റെ പരാമർശം. പഞ്ചാബ്, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം ഉയർന്നത്. പഞ്ചാബിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജനത്തിനില്ലെന്നും എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. ബംഗാളിൽ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും അറിയിച്ചു. മമതയെ അനുനയിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നുവരികയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം മമതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ JDU കോൺഗ്രസ് സഖ്യം അവസാനിപ്പിച്ച് ബി.ജെ.പിയിലേക്ക് ചേക്കേറുമെന്ന ആശങ്കയും ശക്തമാണ്. ബീഹാർ, ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റാലിൻ്റെ ആഹ്വാനം. ബീഹാറിൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് NDAയുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ബി.ജെ.പി പിന്തുണയോടെ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതേസമയം ബംഗാളിൽ ഇന്ത്യ സഖ്യവുമായി ബന്ധമില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ച മമതാ ബാനർജിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മമതയുമായി ഫോണിൽ സംസാരിച്ചു. മമതയെ സമാശ്വസിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കുറച്ചുനേരമെങ്കിലും മമത പങ്കെടുത്താൽ അത് വലിയ സന്തോഷമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഖ്യത്തിൽ വിള്ളലുണ്ടാവാതിരിക്കാൻ രാഹുലും ഇടപെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു. പഞ്ചാബിൽ AAPയും ഇന്ത്യയുമായി ഉടക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷ കക്ഷികളോട് ആഹ്വാനം ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രംഗത്ത് വന്നത്. ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ ഭിന്നിച്ചു പോകരുതെന്നും സ്റ്റാലിൻ അറിയിച്ചു. ബി.ജെ.പിയെ ഭരണത്തിൽ തിരികെ കൊണ്ടുവരില്ല എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്നും തിരുച്ചിറപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ സ്റ്റാലിൻ പറഞ്ഞു.